അത് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇവളെ അവഗണിച്ചിരിക്കുന്നു, ഇന്നെ ഒരുപാട് കാര്യങ്ങളിൽ അവഗണിച്ചിരിക്കുന്നു. കല്യാണത്തിനോ ഒരു പരിപാടിക്കോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ എനിക്ക് ഇപ്പോഴും കുറവ് പോവാനൊക്കെ. വേറെ കല്യാണം കഴിക്കുന്നില്ലേ, കുട്ടികളെന്താക്കൂ, എന്തേലും ജോലി ഉണ്ടോ, ചെലവിനെങ്ങനെ കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നല്ലൊരു ഡ്രസ്സ് ഇട്ടൊന്ന് നമുക്ക് പുറത്തു പോയാൽ ഇതെങ്ങനെ വാങ്ങി, ഇതെങ്ങനെ കിട്ടിയ. ഇപ്പൊ ഷെഫീക്ക ആണെങ്കില് ഷെഫീക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്വാളിറ്റി എന്താണ്? ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഹസ്ബൻഡ് ആവുന്ന രീതിയില് ഇതന്നെ. പിന്നെ അങ്ങനെ പെണുങ്ങൊന്നുമില്ല, കാര്യങ്ങൾ എന്തായാലും അങ്ങോട്ട് പറയാന്നല്ലാണ്ട് കാര്യങ്ങളൊന്നും നമ്മുടെ സൈഡിൽ നിന്നില്ലല്ലേ. എന്തെന്നെ പ്രശ്നം ഉണ്ടെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാൽ വേഗം വന്ന് മിണ്ടു, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. പിന്നെ എന്നെ തന്നെ എവിടെ ആണെങ്കിലും കൊണ്ടാനൊന്നും ഒരു കുറവും ഒന്നും വരുത്താതുണ്ടല്ലോ. ഒരു എവിടെ വേണമെങ്കിലും ഇവള് പറയുന്നത് വെച്ചാൽ അവഗണിക്കുക എന്നുള്ള സംഭവം. അത് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇവളെ അവഗണിച്ചിരിക്കുന്നു, ഇന്നെ ഒരുപാട് കാര്യങ്ങളിൽ അവഗണിച്ചിരിക്കുന്നു. അപ്പൊ ഈ അവഗണന കിട്ടിയ ഒരാൾക്ക് അറിയാം അതിന്റെ വിഷമം എന്താണ്. അപ്പൊ പിന്നെ ഞാൻ മാക്സിമം ഇനിയിപ്പോ വെളിയൊന്നുമില്ല, വേറൊരാളായാലും ഒരു ഫ്രണ്ട് ആയാലും ഒറ്റക്ക് നിൽക്കുന്ന ഒരാളോട് ഞാൻ പോയി സംസാരിക്കും. കാരണം എനിക്കറിയാം അവള് ഒറ്റപ്പെട്ടോലെ കൂട്ടിപ്പിടിക്കാന്ന് അറിയില്ല ആ ഒരു സംഭവം. അത് ഞാൻ വലിയ പുണ്യാളനായിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ ആ ഒരു വിഷമിക്ക് അറിയാം. എനിക്ക് പേടിണ്ടായിരുന്നു. കാരണം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഒന്നിച്ച് പോവുക, കല്യാണത്തിനോ ഒരു പരിപാടിക്കോ ഫംഗ്ഷനൊക്കെ പോകുമ്പോ എനിക്ക് ഇപ്പോഴും കുറവ് പോവാനൊക്കെ. അങ്ങനെ എല്ലായിടത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും, എല്ലാവരുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു മാറ്റി നിർത്തിയ അങ്ങനല്ല. ആ 2 സംഭവം എനിക്ക് ഭയങ്കര. ഞങ്ങൾ ആദ്യമൊക്കെ എവിടെ പോവാന്ന് പറഞ്ഞാൽ ഷെമി വരൂല, ഞാനില്ലാന്ന് പറയും. ഓട് പറയും ഓക്ക് ഇതിന്റെ പേരെ വരാന് ബുദ്ധിമുട്ടാന്ന് അറിയും. അപ്പൊ ഞാൻ പറയും ഒരു സീനും ഇല്ല, ഇങ്ങോട്ട് പോകാൻ അറിയും. കാരണം ഞാൻ കൊണ്ടുപോകാണ്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പം മുതൽ ഓക്ക് ഓരോരോ വിഷമങ്ങൾ തുടങ്ങുമല്ലോ. അപ്പൊ അതിനുള്ളൊരു അവസരം വരെ ഉണ്ടാക്കിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പറഞ്ഞു അങ്ങനെ തന്നെയാണോന്നല്ലേ? നാളെ വീഡിയോ എടുക്കാനുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കണോ? ഓക്കെ ശരി, എന്തൊക്കെയാണോ അതെല്ലാം സംഭവിച്ചു. വീഡിയോ ഒന്ന് ആലോചിക്കേണ്ടത് അതിനെ മാറ്റേണ്ടി. അതെ, ഇല്ല ഷെമീത്തനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കിട്ടിയ ലൈഫില് ഹാപ്പിയാണ്. നിങ്ങൾ 2 പേരും ഹാപ്പിയാണ്. ഇപ്പൊ നാളെ പറയാം അതെന്താ ഷെഫി ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യമൊക്കെ പുറത്തോട്ട് പോകാൻ ഭയങ്കര മടിയാണ്. ശരിക്കും ഇങ്ങനെയുള്ള കമന്റ്സ് കേൾക്കണം എന്ന് കേട്ടത് കൊണ്ട് ആണോ ഇത്ത പുറത്തോട്ടൊന്നും പോകാത്തത്? ഡിവേഴ്സായി നിൽക്കുകയാണല്ലോ, അപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോ വേറെ കല്യാണം കഴിക്കുന്നില്ലേ, കുട്ടികളെന്താക്കൂ, എന്തേലും ജോലി ഉണ്ടോ, ചെലവിനെങ്ങനെ കിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അതിന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പൊതുവെ പോവില്ലായിരുന്നു. കഴിയുന്നു പറയുമ്പോ സുഖമില്ലാത്തതും കൊണ്ട് അങ്ങനെ നോക്കി ഉള്ളിൽ ഒതുങ്ങി അങ്ങനെ തന്നെ ഒരുവിധം പെണ്ണുങ്ങളൊക്കെ അവസ്ഥ ഒരു പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും എന്താ പരിപാടി, ആരാ ചെലവിനിരുന്നത്, വേറെ ഒരു കണ്ണിലും കുറച്ചൊക്കെ കാണും. പിന്നെ നല്ലൊരു ഡ്രസ്സ് ഇട്ടൊന്ന് നമുക്ക് പുറത്തു പോയാൽ ഇതെങ്ങനെ വാങ്ങി, ഇതെങ്ങനെ കിട്ടി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും. അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഫുൾ പർദ്ദയിൽ അങ്ങ് ഒതുങ്ങിയതായിരുന്നു. പർദ്ദയിലൊക്കെ ഒതുങ്ങിയ ഒരാള് കൊണ്ടുവന്ന ഒരാളാണല്ലേ ശരിക്കും. അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാരാ? ഷെഫി എന്നാ ആണോ? പർദ്ദന്ന് വെച്ചാല് എനിക്ക് പർദ്ദ അങ്ങനെ ഞാൻ പോണില്ലല്ലോ. അത്യാവശ്യം ഒരു കല്യാണത്തിനൊക്കെ അടുത്ത കുടുംബത്തിലൊക്കെ പോവാന്നല്ലാതെ കൂടുതൽ കല്യാണത്തിന്. അല്ല, നമ്മളിപ്പോഴും ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ എന്നാണ് എന്റെ ഒരു ഡൗട്ട്. കാരണം എന്ന് വെച്ചാല് കുറെ ആയില്ലേ, 14 വർഷം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. അല്ല, അവർക്കുള്ള മറുപടി വേണമെങ്കിൽ ഇപ്പൊ കൊടുത്തോളൂ. കാരണം കല്യാണം കഴിഞ്ഞ് വിധവയായ സ്ത്രീകൾ ഒരിക്കലും എന്താണ് അവരും മനുഷ്യരാണ്, അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളിലൊക്കെ ജീവിക്കാം. അതിപ്പോ എന്താണ് സൊസൈറ്റി അങ്ങനെ ആയിപ്പോയതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഹസ്ബൻഡ് എന്ന നിലയ്ക്ക് പുള്ളി വന്നതോടെ ഒരു ഡിഫറെന്റ് ഒരുപാട് മാറ്റം. ഓക്കെ.